കേരളത്തിലെ കോൺഗ്രസ്സുകാരോട് സീരിയസ് ആയിട്ടൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ വ്യാജ ID കാർഡ് ഉണ്ടാക്കി കൂടുള്ള മനുഷ്യന്മാരെ മുഴുവൻ മണ്ടന്മാരാക്കി പ്രസിഡന്റ് ആയ ഒരാളെടുത്തുനിന്ന് നിങ്ങൾ കൂടുതൽ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്നാൽ മലയാളികൾ കൂടുതലായിട്ടൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇനി എന്തെങ്കിലും ഒരു ഇത്തിരി പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ പ്രസ് മീറ്റോട് കൂടി കുതാവഹ. അല്ല പിന്നെ ഇന്നത്തെ രാഹുലേട്ടൻ്റെ പെർഫോമൻസ് കാണേണ്ടതല്ലേ? അല്ല പിന്നെ മാധ്യമപ്രവർത്തകർ വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അതായത് നിങ്ങൾ വയനാട്ടിലെ പരിപാടിക്ക് എന്താ പച്ചക്കൊടി ഉപയോഗിക്കാഞ്ഞത്? ഇതിപ്പോൾ വന്ന് എല്ലാ കോൺഗ്രസ്സുകാരോടും മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം ഉത്തരവൊന്നും കിട്ടില്ലല്ലോ, ഇങ്ങനെ ഊക്കാൻ ഭയങ്കര രസമാണല്ലോ. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈ ചോദ്യം വീണ്ടും നമ്മളെ രാഹുലേട്ടനോട് ചോദിക്കുന്നത്. അപ്പോഴത്തേക്ക് രാഹുലേട്ടൻ അങ്ങോട്ട് റേസ് ആയില്ല. രാഹുലേട്ടൻ പറയാ, നിങ്ങളെന്ത് വർത്താനോ പറയണേ? ഞാനും സച്ചിൻ പൈലറ്റും കൂടെ അങ്ങനെ പോയ സമയത്ത് അതിൻ്റെ ബാക്കിൽ ഫുള്ള് പച്ചക്കൊടിയല്ലേ? എവിടെ ഫോട്ടോ കാണിക്കട്ടെ? അല്ല, ഫോട്ടോ കാണിച്ചാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുമെന്നൊക്കെ ചോദിക്കും. എന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് അല്ല വേണ്ട, ഫോട്ടോ ഞാൻ കാണിക്കൂല, എനിക്ക് മടിയാണ്, എനിക്കിഷ്ടമല്ല നിങ്ങളെ ആരും കാണിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ നിങ്ങളാരും എൻ്റെ സച്ചിൻ പൈലറ്റിൻ്റെ പച്ചക്കൊടിയുള്ള ഫോട്ടോ കാണണ്ട. അല്ല പിന്നെ ഇജാതി പെർഫോമൻസ് ആയിരുന്നു. നിങ്ങളുടെ ചോദ്യം നിങ്ങൾ പ്ലേസ് ചെയ്തില്ലേ? ചോദ്യം പ്ലേസ് ചെയ്തില്ലേ? ഇനി ഉത്തരം വേണ്ടേ? കുറച്ച് കഞ്ഞി എടുക്കട്ടെ മാണിക്ക. രാഹുലേട്ടൻ എന്നെ വേറെ ടെസ്റ്റ് ഉണ്ട്. ഞാൻ പച്ചക്കൊടിന്റെ ഫോട്ടോ കാണിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഫോട്ടോ കാണിക്കാനുള്ള മൂടായിട്ട് പോകും. അല്ല പിന്നെ ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. വേറെ കാര്യം കൂടെ ഉണ്ട്. രാഹുലേട്ടൻ പറയാ LDFന്റെ പരിപാടിക്ക് പച്ചക്കൊടി കാണിച്ചില്ല എന്ന്. അത് ശരി, ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ഇന്നാട്ടിലെ കടന്നലുകൾ നിങ്ങളെ വെറുതെ വിടുമോ? ഒരു വീഡിയോ ഇതൊന്ന് കണ്ടു നോക്കി രാഹുലേട്ടാ. Why the Pachakodi was not there? This is the flag of the INL. The INL is a respected member of the LDF. Here we have the Pachakodi of the INL. ഇപ്പൊ എങ്ങനെ ഇരിക്കണം രാഹുലേട്ടാ? CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ സഖാവ് ബൃന്ദാകാരായിട്ട് ചോദിക്കുന്ന അതേ ചോദ്യം തന്നെ ചോദിക്കട്ടെ. വേർ ഈസ് യുവർ പച്ചക്കൊടി? അല്ല, ഈ രാഹുൽ ഗാന്ധി വരുമ്പോൾ മാത്രമാണോ ഈ പച്ചക്കൊടി നിങ്ങൾ ഒളിപ്പിക്കല്? സത്യം പറഞ്ഞാൽ ഞാൻ ലീഗുകാർ മാറി നിന്നിട്ട് ബലൂൺ ഉറപ്പിക്കുന്ന ആ രംഗം കാണുമ്പോണ്ടല്ലോ, ഉഫ്, സഹിക്കാൻ പറ്റില്ല. ഹൃദയഭേദകമായ ഒരു കാഴ്ചയായിരുന്നു അത്. ഇജാതി അനുഭവം ഒന്നും നമ്മളെ കൂടെയുള്ള LDFന്റെ ആൾക്കാർക്ക് ഇജാതി അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല, രാഹുലേട്ടൻ്റെ മെഴുകൽ അതങ്ങോട്ട് മനസ്സിന്ന് പോകുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ സങ്കടമാവും കണ്ടു കഴിഞ്ഞാൽ. കാരണം ഈ ജാതി കേരളത്തിലെ മാധ്യമപ്രവർത്തകർ എന്തൊരു ക്രൂരതയാണ് മൂപ്പരെടുത്ത് കാണിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് ഇപ്പോൾ തോന്നും വി ആർ ലിവിങ് ഇൻ എ സോ ക്രൂവൽ സൊസൈറ്റി. കാരണം രാഹുലേട്ടനെ ഒന്നും പറയാനും സമ്മതിക്കില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാഹുലേട്ടന് പറയാനൊന്നുമില്ല. അസംബ്ലി പിരിച്ചുവിട്ടു. അത് മനസ്സിലാക്കിയിട്ടെങ്കിലും ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാണ്ടിരുന്നൂടെ? പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, രാഹുലേട്ടന്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ കൈരളിന്റെ റിപ്പോർട്ടർ ചോദ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര അസഹനീയമായിരുന്നു. എന്റെ വീട്ടിലൊരു നല്ല സുന്ദരം പട്ടിയുണ്ട്, ബ്രൂണോ. അവൻ പോലും BJP-യിലേക്ക് പോകത്തില്ലെന്ന് പറഞ്ഞ് കൈരളി കാണത്തില്ല. അതുകൊണ്ടാണ് നിങ്ങളെ കൈരളി ഒന്ന് പോയി പോയി തരത്തി പോയി കളിക്കടാ. കൂടുതൽ പറഞ്ഞ എന്തായാലും ചളാക്കുന്നില്ല. രാഹുലേട്ടൻ എന്തായാലും ഏടെങ്കിലും പോയിരുന്നിട്ട് ഇതിന്റെ ക്ഷീണം മാറ്റുന്നുണ്ടാവും. രാഹുലേട്ടനോടുള്ള സ്നേഹം കൊണ്ട് ചെറിയൊരു കാര്യം പറയട്ടെ. ഇനി ഇജാതി പ്രസ് മീറ്റിനൊക്കെ പോകുന്ന സമയത്ത് മതിയായ രേഖകളുമായിട്ട് വേണം പോവാൻ. അല്ലെങ്കിൽ മറ്റേ സിനിമയിൽ ശങ്കരാചാരണ പോലെ ഇതാണ് രേഖ എന്ന് പറയും. പിന്നെ നോക്കുമ്പോൾ രേഖ ഉണ്ടാവില്ല, ഒരു തേങ്ങ ഉണ്ടാവില്ല. അജാതി വൈബായിരിക്കും. ഇനി പോയിട്ട് ഇങ്ങനെ നാറരുത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ അവിടെ കിടന്ന് ഇങ്ങനെ ചമ്മന്ന് കാണുമ്പോൾ നല്ല സങ്കടമുണ്ട് ശരിക്കും. ഇനി പഠിച്ചിട്ട് പോകണം കേട്ടോ, അല്ലെങ്കിൽ ഇതുപോലെ കിടന്ന് വേർക്കേണ്ടി വരും. അല്ലെങ്കിൽ ചൂടാണ്. ഓക്കെ, ബൈ.